ഇനി നമുക്ക് എക്സ്ട്രാ ഫയൽ എങ്ങനെയൊക്കെ അറ്റാച്ച് ചെയ്യാമെന്ന് നോക്കാം. അതിനു മുമ്പ് ഈ ബാക്കിൽ കണ്ട ഒരുപാട് ഗ്രിഡ് പോലെ കിടപ്പുണ്ട്. ഗ്രിഡ് ഇത് നോർമലി ഉള്ളതാണ്. അപ്പോൾ നോർമലി നമ്മൾ വർക്ക് ചെയ്യുന്ന സമയത്ത് ഇത് ഓഫ് ചെയ്തിടുന്നതാണ് നല്ലത്. ഗ്രിഡ് ഓഫ് ചെയ്തിടാം. ഡിസ്പ്ലേ ഗ്രിഡ് ഓഫ്. ഇപ്പോൾ ആ ഗ്രിഡ് പോയിട്ടുണ്ട്. അപ്പം ഞാൻ ഈ എക്സ്ട്രാ ഫയലിനെ റിമൂവ് ചെയ്യുന്നു. Ctrl+Z അടിച്ച് അൺഡു കൊടുത്തു. ഇപ്പം അത് പോയി. പക്ഷേ നമ്മൾ ഗ്രിഡ് വീണ്ടും വന്നു. അതാണ് ഓഫ് ചെയ്യാം. ഇപ്പോൾ ആ XYZ പ്ലെയിൻ മാത്രമേ ഉള്ളൂ. ഗ്രിഡ് ഞാൻ ഓഫ് ചെയ്യാൻ പോവുകയാണ്. ഇനി എക്സ്ട്രാ ഫയൽ കൊണ്ടുവരേണ്ട അറ്റാച്ച് ചെയ്യേണ്ട മറ്റൊരു മാർഗ്ഗമാണ്. ഇവിടെ നമ്മൾ ഇൻസർട്ട് പോവുക. ഇൻസർട്ടിൽ അറ്റാച്ച് എന്ന് പറഞ്ഞൊരു ഓപ്ഷനുണ്ട്. അറ്റാച്ച് ഇൻ ദ സെൻസ് അതിൽ എഴുതി കാണിക്കുന്നുണ്ട് ഇൻസർട്ട് റെഫറൻസസ് ടു എക്സ്റ്റേണൽ ഫയൽസ് സച്ച് ആസ് അതർ ഡ്രോയിങ്സ്, റാസ്റ്റർ ഇമേജസ് ആൻഡ് അണ്ടർലേസ്. നമുക്ക് വേണ്ട റെഫറൻസ് ഡ്രോയിങ്സ് എല്ലാം അറ്റാച്ച് ചെയ്യേണ്ട ഓപ്ഷനാണ്. അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമ്മളെടുത്ത എക്സ്ട്രാ ഫയൽ ഒന്നും കൂടെ ഓപ്പൺ ചെയ്യുക. ഡെസ്ക്ടോപ്പ്, ക്ലാസ്, HVAC, ഓപ്പൺ കൊടുക്കുക. വീണ്ടും നേരത്തെ പോലെ സ്പെസിഫൈ ഓൺ സ്ക്രീൻ നമ്മൾ ക്ലിക്ക് ചെയ്യണമെങ്കിൽ അത് ഇതിലായിരിക്കില്ല, 000 അത് അറ്റാച്ച് ചെയ്യണം. നമുക്ക് ഇഷ്ടമുള്ള പോയിന്റ് കൊണ്ട് എക്സ്ട്രാ ഫയൽ അറ്റാച്ച് ചെയ്യാം. ഒന്നും കൂടെ നമ്മൾ അറ്റാച്ചിൽ പോവുക. അറ്റാച്ചിൽ പോയിട്ട് എക്സ്ട്രാ ഫയൽ സെലക്ട് ചെയ്യുക, ഓപ്പൺ കൊടുക്കുക. എന്നിട്ട് സ്പെസിഫൈ ഓൺ സ്ക്രീൻ, ഇതല്ല ഇത് സ്പെസിഫൈ ഓൺ സ്ക്രീൻ കൊടുക്കുക, ഓക്കെ അടിക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് ഇഷ്ടമുള്ളിടത്ത് ആ എക്സ്ട്രാ ഫയൽ കൊണ്ട് പ്ലേസ് ചെയ്യാം, അറ്റാച്ച് ചെയ്യാം, UCSലല്ലാതെ. പക്ഷേ നോർമലി നമ്മൾ ഈ UCSൽ കോർഡിനേറ്റിൻ്റെ ബേസിൽ തന്നെ 000 തന്നെ കൊണ്ട് പ്ലേസ് ചെയ്ത് വേണം വർക്ക് ചെയ്യേണ്ടത്. കാരണം ഒരുപാട് ഓപ്ഷൻസ് ആയിട്ടുള്ള കമാൻഡ്സ് ആയിട്ടുള്ള ഫില്ലറ്റ്, ട്രിം അതൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ ഇത് കോപ്ലാനർ ആയിരിക്കണം. XYZ എല്ലാം 000 ഇല്ലെങ്കിൽ ചില ഫങ്ഷൻസ് നമുക്ക് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല, പല പ്ലെയിനിലായി പോകും. അതുകൊണ്ട് ബെറ്റർ 000 എക്സ്ട്രാ ഫയൽ കൊണ്ട് അറ്റാച്ച് ചെയ്തിട്ട് വേണം നമ്മുടെ MEP സർവീസസ് വരച്ചു തുടങ്ങുന്നത്. ഓക്കെ ഗൈസ്, താങ്ക് യു.